നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാട്ടിക പള്ളം ബീച്ചിൽ ബധിരയും മൂകയുമായ യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. എടത്തിരുത്തിയിൽ മരം കടപുഴകി വീണ് വീടും കാറും തകർന്നു. 9 പതിറ്റാണ്ടോളം പഴക്കമുള്ള സ്കൂൾ അടച്ചുപൂട്ടാൻ ശ്രമം. പ്രതിഷേധം കനക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. നാട്ടിക പള്ളം ബീച്ചിൽ ബധിരയും മൂകയുമായ യുവതിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ നാട്ടുകാരിയായ യുവതി പ്രതിയുടെ കരണത്തടിച്ചു. ശക്തമായ പോലീസ് കാവലിൽ തെളിവെടുപ്പ് നടത്തി തിരിച്ചു പോകുന്നതിനിടെ വീട്ടമ്മമാർ പ്രതിയുടെ വീട് വരെ ചാണകവെള്ളം തെളിച്ച് പ്രതിഷേധിച്ചു. ഇന്ന് രാവിലെ വലപ്പാട് CI ആർ രതീഷ് കുമാർ, SI PG മധു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബീഹാർ ബിജുവിനെ പള്ളം ബീച്ചിലെത്തിച്ചത്. സംഭവം അറിഞ്ഞ് നിരവധി പേർ സംഭവ സ്ഥലത്ത് തടിച്ചുകൂടിയിരുന്നു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നാട്ടിക പള്ളം ബീച്ചിലെ വീട്ടിനുള്ളിൽ വച്ചാണ് ബധിരയും മൂകയുമായ യുവതി പീഡിപ്പിക്കപ്പെട്ടത്. പുറത്തു പോയിരുന്ന അമ്മ വന്നതോടെയാണ് അടിവസ്ത്രങ്ങൾ മാത്രമിട്ടുകൊണ്ട് യുവതി പുറത്തുള്ള ഷെഡിന് സമീപമിരിക്കുന്നത് കണ്ടത്. ജനനേന്ദ്രിയത്തിൽ നിന്ന് രക്തം വാർന്ന് അവശയായിരുന്ന യുവതിയെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ഡോക്ടർമാർ നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് യുവതി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതും ആന്തരികാവയവങ്ങൾക്ക് പരിക്ക് പറ്റിയതുമായ വിവരമറിഞ്ഞത്. ഇതേ തുടർന്ന് പോലീസ് പല സംഘാംഗങ്ങളായി തിരച്ചിൽ നടത്തി. അഡീഷണൽ SI മാരായ ജോഷി, KJ ടോണി, ASI ലാൽസൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചെറായി, മുനമ്പം ഭാഗങ്ങളിൽ നാട്ടുകാരെയും കൂട്ടി നടത്തിയ പഴുതടച്ച തിരച്ചിലിനെ തുടർന്നാണ് ബീഹാർ ബിജു എന്ന പ്രതി ചെറായി വിട്ട് നാട്ടികയിലേക്ക് കടന്നത്. നാട്ടിക ബീച്ചിലെ ആളൊഴിഞ്ഞ ഓലവീടിനുള്ളിൽ ഒളിഞ്ഞു കയറിയിരിക്കുന്നത് കണ്ട നാട്ടുകാർ പിടികൂടി പ്രതിയെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. BJP നേതാവായിരുന്ന PK വിദ്യാസാഗറിന്റെ 20ാം ബലിദാന ദിനത്തോടനുബന്ധിച്ച് മതിലകത്തെ ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്, BJP കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് പോണത്തു ബാബു, KP ഉണ്ണികൃഷ്ണൻ, KA മനോജ്, MG സുഗതൻ, PK രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഏറെ വേദന ഉളവാക്കുന്ന നിമിഷങ്ങളാണ് ഇന്ന് നമുക്കുള്ളത്. കഴിഞ്ഞ നിരവധി കാലങ്ങളായി കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാൻ സാധിക്കും, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഈ കേരളത്തിൽ മാർക്സിസ്റ്റ് മാടമ്പിമാരുടെ മാടമ്പിത്തരത്തിന് മുന്നിൽ മുട്ടുമടക്കാതെയുള്ള സംഘടനാ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും ഭാരതീയ ജനതാ പാർട്ടിയെ തകർക്കാൻ പരിശ്രമിച്ച ശക്തികൾ 1957 കേരളത്തിൽ ഒറ്റയ്ക്ക് ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗതി ഇന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. നെഹ്റുവിന് ശേഷം EMS എന്ന് മുദ്രാവാക്യം വിളിച്ച പാർട്ടി ഇന്ന് അവരുടെ ഉന്മൂലന സിദ്ധാന്തം എല്ലാ മേഖലയിലും നടപ്പാക്കിയതിൻ്റെ ഫലമായി ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് കേരളത്തിലും ത്രിപുരയിലും മാത്രം ഒതുങ്ങേണ്ട സ്ഥിതിയിലേക്ക് ആ പാർട്ടി എത്തി നിൽക്കുന്നു. പശ്ചിമ ബംഗാൾ 33 കൊല്ലം ഭരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് എടത്തിരുത്തിയിൽ മരം കടപുഴകി വീണ് വീടും കാറും തകർന്നു. കണ്ണമ്പുള്ളിപ്പുറം വായനശാലയ്ക്ക് കിഴക്ക് മമ്മസ്രായിലത്ത് അൻഷാദിന്റെ വീടിനും കാറിനും മുകളിലാണ് വൻമരം കടപുഴകി വീണത്. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് കനത്ത കാറ്റിലും മഴയിലും മരം കടപുഴകി വീണത്. വാർക്ക വീടിന്റെ മുകളിലെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയും മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിനും സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു. മരത്തോടൊപ്പം നിരവധി കവുങ്ങുകളും നിലംപൊത്തിയിട്ടുണ്ട്. സംഭവ സമയം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
CPI എടത്തിരുത്തി ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരിജന്റെ വീട്ടിലെ വാഹനങ്ങൾ തല്ലിത്തകർത്ത കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് യോഗം ചേർന്നു. ചാമക്കാല നാലുംകൂടിയ സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം CPI കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി PV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. CB അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. TN തിലകൻ, RK ബദറുദ്ദീൻ, സുഭദ്ര ശക്തിധരൻ, TK അബ്ദു, KC ശിവരാമൻ എന്നിവർ സംസാരിച്ചു. അധികാരത്തിൽ വന്ന് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ ജിസയുടെ ഘാതകരെ പിടിക്കാൻ കൽത്തുറങ്ങിൽ അടയ്ക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഉമ്മൻചാണ്ടി പോലീസിനെ കൈകാര്യം ചെയ്യുന്ന മാതിരിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും ഉത്തമമായ ദൃഷ്ടാന്തമാണ്. കയ്പമംഗലം സംഘവേദിയുടെയും പാരിജാതം കുടുംബശ്രീ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ചെടിനട്ട് ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നമ്മൾ കരനെൽ കൃഷി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. ഇത് പൂക്കൃഷി നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത ഒരു പരിപാടിയാണ്. ഓണത്തിന് ഈ ചെണ്ടുമല്ലിയുടെ പൂക്കൾ കളറുണ്ടാക്കുന്നതിന് കേരളീയർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അതെല്ലാം നമ്മൾ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എല്ലാം ഇറക്കുമതി ചെയ്തിട്ടുള്ള പൂവുകളാണ് വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങാറ്. ഇത് നമ്മൾക്കിവിടെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ള കാര്യമാണ്. സംഘവേദി പ്രസിഡന്റ് KR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ഗോപാലകൃഷ്ണ മേനോൻ, ശോഭന രവി, തങ്കമണി ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. ഓണത്തിന് വിളവെടുക്കാവുന്ന രീതിയിൽ കയ്പമംഗലം കൃഷിഭവനിൽ നിന്നും ലഭിച്ച 2000 തൈകളാണ് കൃഷി ചെയ്യുന്നത്. പുതിയ ബഡ്ജറ്റിൽ തുക വകയിരുത്തിയതോടെ ഉപ്പുംതിരുത്തിക്കടവിൽ പാലം വരുമെന്ന നാട്ടുകാരുടെ പ്രതീക്ഷയ്ക്ക് ചിറകുമുളച്ചു. 8 ലക്ഷം രൂപ ചെലവഴിച്ച് നേരത്തെ മണ്ണ് പരിശോധന അടക്കമുള്ള പ്രാഥമിക നടപടികൾ നടന്നിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ഇപ്പോൾ 15 കോടി രൂപ ചെലവഴിച്ച് സൗകര്യപ്രദമായ പാലം നിർമ്മിക്കുമെന്നാണ് ബഡ്ജറ്റിലെ വാഗ്ദാനം. എടത്തിരുത്തി പടിയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം യാഥാർത്ഥ്യമായാൽ ചന്ദ്രാപ്പിനി ഈസ്റ്റ്, എടതിരിഞ്ഞി ചെട്ടിയാൽ ഭാഗങ്ങളിലുള്ളവർക്ക് എളുപ്പത്തിൽ പരസ്പരം ബന്ധപ്പെടാനാകും. കൊപ്രക്കളത്ത് നിന്ന് കിഴക്കോട്ട് വരുന്ന ബസ്സുകൾക്ക് പാലം വഴി എളുപ്പത്തിൽ ചെട്ടിയാൽ, ഇരിഞ്ഞാലക്കുട ഭാഗത്തേക്ക് പ്രവേശിക്കാനും സാധിക്കും. നിലവിൽ ഈസ്റ്റിലുള്ളവർ 3 പീടിക വഴിയോ കാട്ടൂർ വഴിയോ ആണ് ഇരിഞ്ഞാലക്കുട നഗരത്തിലെത്തുന്നത്. ഇതിനായി ആശ്രയിക്കുന്ന പറയംകടവ്, മധുരംപിള്ളി പാലങ്ങൾ എന്നോ കാലഹരണപ്പെട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം വരെ ഉപ്പുംതുരുത്തിയിൽ കടത്തുവഞ്ചി ഉണ്ടായിരുന്നു. പ്രതിഫല വർധനയുമായി ബന്ധപ്പെട്ട് കടത്തുകാരനും പഞ്ചായത്തും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കടത്തു നിലച്ചു. ഇതോടെ വഞ്ചിയെ ആശ്രയിച്ചിരുന്നവർ ദുരിതത്തിലായി. ഈ സാഹചര്യത്തിലാണ് ബഡ്ജറ്റിൽ പാലത്തിന് തുക വകയിരുത്തിയ വിവരം ലഭിച്ചിരിക്കുന്നത്. ഇനിയൊരിടവേള.